ാണന്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞിടിനവന മിന്നിതാ ചിരിക്കുന്നു പാലൊളി ചിതറുന്നു. ഓർമ്മയില്ലേ? മുൾച്ചെടി തലപ്പിലും പുഞ്ചിരി വിരിയാറുണ്ട് ചെറു പൂന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു. മധുവിൻ മത്താൽ പാറി മൂളുന്നു മധുപങ്ങൾ മധുരമി ജീവിതം ചെറുതാണെന്നാകിലും. അത് കഴിഞ്ഞ് ഒരു 4 വരിയുണ്ട്. ഉളപ്പമണ്ണ പറയുന്ന ശരിക്കും ഷെയ്പ്പും ആ വരികളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ആരല്ലൻ ഗുരുനാഥ രാരല്ലൻ ഗുരുനാഥർ പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. അതായത് ഓരോ കാര്യങ്ങളും, ഇലകളും പൂക്കളും മരങ്ങളും മഴയും മഴവില്ലും എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഉളപ്പമണ്ണ പറയുന്നത്. മഴ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. പൂവ് പോയി തൊട്ടു നോക്കി ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. ചെടികളിലെ ഇലകൾ പറിച്ച് അത് നോക്കി കുഞ്ഞുങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ തുമ്പികളെ പിടിച്ച് ആ തുമ്പികളെ ചെറിയ കുപ്പിയിലൊക്കെ ആക്കി, എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് നമ്മൾ തുമ്പീനെ പിടിച്ചിട്ട് തുമ്പിയുടെ ചിറക് ഇങ്ങനെ പിരിച്ചു കളയും അത് പറക്കുന്നതിന്. എന്നിട്ട് ചെറിയൊരു പാത്രത്തിലിട്ട് ഇത് നമ്മുടെ പക്ഷികളാണ് പ്രാവുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനോട് കഥ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ പ്രകൃതി തന്നെ കുട്ടിയെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഉളപ്പമണ്ണ അവരുടെ കവിതയിൽ മുഴുവനും പറയുന്നത്. ഇത് തന്നെയാണ് ഷെയ്പ്പും ഒരു പരിധി വരെ മുന്നോട്ട് വെക്കുന്നത്. കുഞ്ഞുങ്ങളെ അവരുടെ വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി, AC ഉള്ള ക്ലാസ് റൂമിലല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ്സിൽ കയറിയിട്ട് നേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇറക്കുന്ന ഒരു സിസ്റ്റമല്ല. വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീടിന്റെ ചുറ്റുപാടിൽ നിന്ന് കുട്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. എണ്ണം പഠിക്കുന്നത് വീട്ടിലുള്ള പയറും കടലയും നട്ട്സും ഒക്കെ നീക്കി അങ്ങോട്ട് വെച്ച് നീക്കി ഇങ്ങോട്ട് വെച്ച് അതിൽ നിന്ന് കുട്ടി എണ്ണം പഠിക്കുന്നു. കുട്ടി കളറുകൾ പഠിക്കുന്നത് ചുറ്റുപാടിലേക്ക് ഇറങ്ങിയിട്ടാണ്. നമ്മളൊക്കെ ഒരു കളർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇലയും പൂവുള്ള ഒരു കളർ ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പൂവിന് ചുവപ്പ് നിറവും ഇലയ്ക്ക് പച്ച നിറവുമാണ് നമ്മൾ നൽകുന്നത്. ശരിക്കും നമ്മൾ നൽകിയ ആ ക്രയോണിന്റെ കളറാണോ ഇലയ്ക്കുള്ളത്? ശരിക്കും അല്ല. ആ ക്രയോണിന്റെ കളറുള്ള ഒരു ഇലയും ഒരു പക്ഷേ ഈ പ്രകൃതിയിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രകൃതിയിലുള്ള ഇലകൾക്കെല്ലാം പച്ച നിറമാണെന്ന് നമ്മൾ ജനറലൈസേഷൻ ചെയ്യുമ്പോഴും ഓരോ പച്ചയും വ്യത്യസ്തമാണെന്ന് പഠിക്കുകയാണ് ഷെയ്പ്പിലുള്ള ഒരു കുട്ടി ചെയ്യുന്നത്. ഓരോ ഇലയും ഓരോ കളറിലാണ്, ഓരോ കളറും കൂടിച്ചേരുന്ന ആ ഒരു കൂട്ടം നിറങ്ങൾ മുഴുവനും പച്ചയാണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കുട്ടി പഠിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന വലിയ മഹത്തായ പാഠമാണ് ഷെയ് കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചുറ്റുപാടാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ വിദ്യാലയമെന്ന് ഉളപ്പമണ്ണ പറയുമ്പോൾ ഇത് പ്രാവർത്തികമാക്കുകയാണ് ഷെയ്പ്പ് ചെയ്യുന്നത്. ചുറ്റുപാടിൽ നിന്ന് കുഞ്ഞ് ഓരോന്നും അവൻ ആവശ്യമുള്ളത് മുഴുവനും പഠിച്ചെടുക്കുകയാണ്. എന്തൊക്കെ സ്കില്ലുകളാണോ അവൻ ആവശ്യമുള്ളത് അതെല്ലാം അവൻ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. ആ ചുറ്റുപാടിൽ നിന്ന് പഠിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഷെയ്പ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഏറ്റവും ആദ്യത്തെ ടീച്ചറായിട്ട് മാറുന്നത് ആരാ? കുട്ടിയുടെ ആദ്യത്തെ ടീച്ചർ കുട്ടിയുടെ ഉമ്മ തന്നെയാണ്, പാരന്റ് തന്നെയാണ് അല്ലേ? ആ പാരന്റ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. പാരന്റിനോട് കുഞ്ഞു ചേർന്ന് നിൽക്കുകയാണ്. പാരന്റ് കുട്ടിയുടെ ടീച്ചർ ആവുകയാണ്, കെയർ ടേക്കർ ആവുകയാണ്, പാരന്റ് ആവുകയാണ്. അങ്ങനെ ഒരുപാട് റോളിലൂടെ ആ കുഞ്ഞിനെ ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ടതൊക്കെ ചുറ്റുപാടിൽ ഒരുക്കി കൊടുത്ത് ആ കുഞ്ഞിനെ വാനോളം ഉയരത്തിൽ ചിന്തിക്കാൻ പ്രാപ്തമാക്കുകയും കൂടെയാണ് ഷെയ്പ്പ് ചെയ്യുന്നത്. ശരിക്കും ഈ ലോകത്ത് മുഴുവനും മാതൃകയാക്കാൻ കഴിയുന്ന, നമ്മുടെ വളർന്നു വരുന്ന മുഴുവൻ കുട്ടികൾക്കും കിട്ടേണ്ടുന്ന ഒരു പഠന രീതി എന്നല്ല, പഠന സാഹചര്യമാണ് ശരിക്കും ഷെയ്പ്പ് എന്ന് പറയുന്നത്. ആ സാഹചര്യത്തിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ എല്ലാവർക്കും കഴിയണം. അതിന് നമ്മൾ ഈ ഒരു പ്രോസസ് ഒരിക്കലും അനുഭവിക്കാത്ത ഒരാൾക്കും മനസ്സിലാവുമോ? നമ്മുടെ കുട്ടീനെ നഴ്സറിയിൽ ചേർത്തിയിട്ടില്ല, ഓൺലൈനിലാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ളവരുടെ
അഭിപ്രായം എന്തായിരിക്കും? അയൽവാസികളുടെ അഭിപ്രായം എന്തായിരിക്കും? ഏതെങ്കിലും ഒരു കല്യാണം വീട്ടിൽ പോയിട്ട് കുട്ടി എന്താ ചെയ്യുന്നത്? ഓൻ ഓൺലൈനിൽ ക്ലാസ്സിൽ പഠിക്കുകയാണ്, ഷെയ്പ്പിലാണ്, ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. ഓൺലൈനിലാ എന്ന് ചോദിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചലഞ്ചായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും ഷെയ്പ്പ് എന്ന മനോഹരമായ ഈ ഒരു പ്രവർത്തനത്തിന്റെ പഠന രീതിയുടെ പഠന സാഹചര്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരു ചലഞ്ചിലൂടെ നമ്മൾ ഏറ്റെടുത്ത് ഈ പൊതുസമൂഹത്തിന് മുഴുവനും അതെത്തിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. ഇതിന്റെ തീർച്ചയായിട്ടും ഒരു പ്രചാരകരായിട്ട് നമ്മൾ മാറണം. കാരണം ഇത് സമൂഹത്തിലെ ഓരോ കുഞ്ഞിനും ആവശ്യമുണ്ട്. കുഞ്ഞുനാളിൽ തന്നെ, ഏറ്റവും കുരുന്നിൽ തന്നെ, വളർന്നു വരുന്ന സമയത്ത് തന്നെ ആ ഇലകൾ ഇങ്ങനെ തളിരിട്ട് വരുമ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ ഇലകൾ പൊട്ടിച്ചു കളയുന്ന പുതിയ സമൂഹത്തിന്റെ നെഗറ്റീവ് നൽകുന്ന സാഹചര്യത്തിൽ നിന്ന് കുഞ്ഞ് വളർന്നു വരുമ്പം വേണ്ടുന്ന വളവും വെള്ളവും സാഹചര്യവും മഴയും ഒരുക്കി കൊടുത്ത് കുഞ്ഞിന് വേണ്ടുന്ന വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങളും സമയവും രീതികളും ഒരുക്കി കൊടുക്കുന്ന ഷെയ്പ്പ് എന്ന ഈ മഹാപ്രസ്ഥാനത്തെ വാനോളം ഉയർത്താൻ നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കണമെന്നും കൂടെ പറഞ്ഞുകൊണ്ട്, ഏതായാലും ഈ കസേരകൾ നിറഞ്ഞിരിക്കാൻ പോകുന്ന ശരിക്കും വളപ്പമണ്ണ പറഞ്ഞ ആ മധുപങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ. ആ മധുപങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.